ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി. ഇത് കേൾക്കുമ്പോൾ എന്താണ് പലരും നെറ്റിച്ചുളിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ പൊതുസമൂഹത്തിൽ ആക്രമിക്കപ്പെടുന്നത്? ലീഗിനെ വർഗീയ പാർട്ടിയാക്കാൻ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ലീഗിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വന്നുകൂടാ? കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ ഭരണപരമായ വെല്ലുവിളികളെക്കാൾ ഉപരിയായി മുന്നണിയെയും പൊതുസമൂഹത്തെയും നയിക്കുന്നത് നേതൃത്വപരമായ ചില ചോദ്യങ്ങൾ തന്നെയാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള ഈ കടന്നുവരവിൽ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രകടനം അനിഷേധ്യമാണ് എന്ന കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. മത്സരിച്ച സീറ്റുകളിൽ ഭൂരിഭാഗവും തൂത്തുവാരിക്കൊണ്ട് മുന്നണിയുടെ നട്ടെല്ലായി മാറിയ ലീഗിന് അർഹമായ പ്രാധാന്യം നൽകണമെന്ന വാദം രാഷ്ട്രീയപരമായി പ്രസക്തവുമാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ മുസ്ലിം ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്ന ആശയം ഉയരുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ വിദ്വേഷവും വർഗീയ ചുവയുള്ള പ്രതികരണങ്ങളും ഗൗരവകരമായ ആത്മപരിശോധന ആവശ്യപ്പെടുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ലീഗിൽ നിന്നൊരു മുഖ്യൻ എന്ന ചർച്ചയെ കേവലം ഭരണപരമായ ഒരു വിഭജനമായിട്ടല്ല, മറിച്ച് മതപരമായ ധ്രുവീകരണത്തിനുള്ള ആയുധമായിട്ടാണ് പലപ്പോഴും മാധ്യമ ചർച്ചകളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള അനുഭവ സമ്പന്നരായ നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അവരുടെ ഭരണപരമായ മികവിനെയോ രാഷ്ട്രീയ പാരമ്പര്യത്തെയോ വിലയിരുത്തുന്നതിന് പകരം അവരുടെ മതപരമായ വ്യക്തിത്വത്തെ ലക്ഷ്യം വെച്ചാണ് വലിയൊരു വിഭാഗം കടന്നാക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ജനൻ TV പോലുള്ള ചർച്ചകളിൽ ഇത് സജീവമായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ജനൻ TV പോലുള്ള ഇടങ്ങളിൽ നടക്കുന്ന ഇത്തരം ചർച്ചകൾ പലപ്പോഴും ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേരാത്ത വിധം വർഗീയത കലർന്നത് തന്നെയാണ്. ഇത് വലിയ ആശങ്കയും ഉണ്ടാക്കുന്നു. ഒരു വ്യക്തിയുടെ മതമോ സമുദായമോ അദ്ദേഹം ഒരു ഭരണഘടനാ പദവി വഹിക്കുന്നതിന് തടസ്സമാകണമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വ സങ്കല്പത്തിന് വിരുദ്ധമാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഇത്തരം ചർച്ചകൾ സജീവമായി നടക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഇത്രയധികം വിദ്വേഷം പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ നമുക്ക് കാണാം. ലീഗ് ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന കാരണത്താൽ ആ പാർട്ടിയിലെ നേതാക്കൾ അധികാരത്തിന്റെ തലപ്പത്തെത്തുന്നത് അപകടമാണ് എന്ന രീതിയിലുള്ള പ്രചാരണം കാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഭീതി പടർത്താനായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം കൂടിയാണ്. മുസ്ലിം ലീഗ് എന്നത് കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ ദശകങ്ങളായി അലിഞ്ഞു ചേർന്ന സമാധാനപരമായ രാഷ്ട്രീയ ശൈലി പിന്തുടരുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. എന്നിട്ടും അധികാരത്തിന്റെ ഉയർന്ന ശ്രേണികളിലേക്ക് അവർ കടന്നു വരുന്നത് അധിനിവേശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് കേരളം വളർത്തിയെടുത്ത മതേതര ബോധത്തിനേറ്റ തിരിച്ചടിയാണ് എന്ന വസ്തുതയാണ് എനിക്ക് പറയാനുള്ളത്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ പലപ്പോഴും ഭരണപരമായ പാളിച്ചകളെ അല്ല, മറിച്ച് വ്യക്തിപരമായ വെറുപ്പിനെ തന്നെയാണ് ഇവിടെ ആയുധമാക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരുപോലെ സ്വാധീനമുള്ളവരാണ് എന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ലല്ലോ. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പലപ്പോഴും വർഗീയതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുകയാണ്. ഇത് കേവലം ഒരു നേതാവിനോടുള്ള എതിർപ്പ് മാത്രമല്ല, മറിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന് അധികാരത്തിൽ അർഹമായ പങ്കാളിത്തം ലഭിക്കുന്നതിനോടുള്ള അസഹിഷ്ണുത തന്നെയാണ്. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും തുല്യമാണല്ലോ. ആ വോട്ടുകൾ നൽകി ഒരു മുന്നണിയെ ജനം വിജയിക്കുമ്പോൾ ആ വിജയത്തിന് ചുക്കാൻ പിടിച്ച കക്ഷികൾക്ക് അർഹമായ സ്ഥാനം നൽകാൻ കോൺഗ്രസിനും ബാധ്യതയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിൽ നിന്നുള്ളവർ മുഖ്യമന്ത്രിയായിട്ടുള്ളതാണ്. എന്നാൽ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്ന ചർച്ച വരുമ്പോൾ മാത്രം ഉണ്ടാവാനിടയുള്ള ഈ അസ്വാസ്ഥ്യം കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. മതപരമായ സ്വത്വത്തെ രാഷ്ട്രീയ അധികാരവുമായി കൂട്ടിക്കുഴച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് നാടിന്റെ സമാധാനത്തിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല. UDFന്റെ ഈ വൻ വിജയം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ ഉണ്ടായത് തന്നെയാണ്. അതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് തള്ളിക്കളയാനാകാത്തതുമാണ്. അതുകൊണ്ട് തന്നെ അർഹമായ പരിഗണനകളെ വർഗീയത പറഞ്ഞ് നേരിടുന്നത് രാഷ്ട്രീയമായ പാപ്പരത്തമാണ് എന്ന വസ്തുതയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ UDF നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാനാകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിദ്വേഷം പടർത്തുന്ന ചർച്ചകൾക്ക് പകരം ജനാധിപത്യപരമായ സംവാദങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ അത് നാട് നശിക്കാനുള്ള കാരണമായി മാറും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി മുദ്രകുത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ വിവിധ താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള രാഷ്ട്രീയ ധ്രുവീകരണമാണ്. BJPയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ന്യൂനപക്ഷ വിരുദ്ധത ഒരു പ്രധാന ആയുധം തന്നെയാണ്.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റി വിജയിച്ച പരീക്ഷണങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ അതിന്റെ പ്രധാന ഇരയാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലീഗ് എന്നാൽ മുസ്ലിം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന മതേതരത്വത്തിന് ഭീഷണിയായ ഒരു പ്രസ്ഥാനമാണ് എന്ന രീതിയിലുള്ള പ്രചാരണം അവർ നിരന്തരം നടത്തുകയാണ്. ഇത് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാനും അതുവഴി ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനുമാണ് അവർ ലക്ഷ്യമിടുന്നത്. പലയിടങ്ങളിലും BJP ഇത് പയറ്റുകയും ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് ഇടതുപക്ഷം തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി ചിലപ്പോഴൊക്കെ ഈ ലീഗ് പേടി പ്രയോഗിക്കാറുണ്ട് എന്നതാണ്. UDFന്റെ ഏറ്റവും ശക്തമായ അടിത്തറ മുസ്ലിം ലീഗ് ആണ് എന്നതിനാൽ തന്നെ ലീഗിനെ വർഗീയമായി മുദ്ര കുത്തുന്നത് വഴി മുന്നണിയുടെ മതേതരത്വ പ്രതിച്ഛായ തകർക്കാൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളകളിൽ UDF അധികാരത്തിൽ വന്നാൽ ഭരണത്തിന്റെ നിയന്ത്രണം ലീഗിന്റെ കയ്യിലായിരിക്കണം എന്ന പ്രചാരണം ഇടതുപക്ഷം ശക്തമാക്കാറുണ്ട്. ഇത് ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ UDFനോടുള്ള വിശ്വാസം കുറയ്ക്കാനും അതുപോലെ തന്നെ വോട്ടുകൾ LDFലേക്ക് തിരിക്കാനും അവരെ സഹായിച്ചു എന്ന വസ്തുത കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. എന്തായാലും ഇവരൊക്കെ വർഗീയത പറയുന്നത് പൊളിറ്റിക്സ് കളിക്കാൻ തന്നെയാണ്. ഇത് കൂടാതെ ചില സാമുദായ നേതാക്കളും തങ്ങളുടെ സമുദായത്തിന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത്തരം പ്രചാരണങ്ങളെ കൂട്ടുപിടിക്കാറുണ്ട് എന്നതാണ് പറയാനുള്ളത്. ഒരു പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ അധികാരം ലഭിക്കുന്നു എന്ന വാദം ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ സ്വന്തം സമുദായത്തെ ഏകീകരിക്കാൻ ഇവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. മാധ്യമ ചർച്ചകളിൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുന്നത് വസ്തുതകൾ വിശകലനം ചെയ്യാനൊന്നുമല്ല, മറിച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി റേറ്റിംഗ് കൂട്ടാനുള്ള അവരുടെ തന്ത്രം മാത്രമാണ്. ജനങ്ങളെ വൈകാരികമായി പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നതിലൂടെ മതേതരമായ സംവാദങ്ങൾക്ക് പകരം വർഗീയമായ ചേർതിരിവുകളാണ് സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. കൃത്യമായ രാഷ്ട്രീയ ലാഭത്തിനായി വിവിധ കോണുകളിൽ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് ലീഗിനെ വർഗീയമായി ചിത്രീകരിക്കുന്നതിന് പിന്നിലുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർത്ത് അധികാരം പിടിച്ചെടുക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയുക എന്നത് ജനാധിപത്യ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഒരു മതേതര പാർട്ടിയെ അടയാളപ്പെടുത്തപ്പെടുന്നത് എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും ആ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയും പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. കേവലം ഒരു മതവിഭാഗത്തിന്റെ പേര് പാർട്ടി നാമത്തിൽ ഉള്ളത് കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനം വർഗീയമാകാറില്ല. ഇതിന്റെ ഉദാഹരണമാണ് മുസ്ലിം ലീഗ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ വർഗീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കേരളത്തിലെ മതേതര ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിലാണ് ലീഗ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ പിന്നാക്ക അവസ്ഥ പരിഹരിക്കാനും അവർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുമ്പോൾ തന്നെ ഇതര സമുദായങ്ങളുമായുള്ള സൗഹൃദവും സഹവർത്തിത്വവും നിലനിർത്താൻ ലീഗ് എപ്പോഴും മുൻകൈ എടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ മറന്നു പോവാത്ത ഒരു വസ്തുത തന്നെയാണ്. ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെയുള്ള അതീവ സങ്കീർണമായ ഘട്ടങ്ങളിൽ കേരളത്തിൽ വർഗീയ ലഹളകൾ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ ലീഗ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. വൈകാരികമായി ആളിക്കത്തിക്കാവുന്ന സാഹചര്യങ്ങളെ വളരെ സംയമനത്തോടെ നേരിടാനും സമാധാനം നിലനിർത്താനും അന്ന് പാണക്കാട് തങ്ങൾ നൽകിയ ആഹ്വാനം കേരളത്തിന്റെ മതേതര ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമാണ്. ഈ ചരിത്രത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഇപ്പോൾ പലതും പറയുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ സമുദായത്തിനുള്ളിൽ പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരെ ശക്തമായി പ്രതിരോധിക്കാനും ജനാധിപത്യത്തിന്റെ മുഖധാരയിൽ ഉറച്ചു നിൽക്കാനും ലീഗ് കാണിച്ച ആർജവം ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന മതേതര ബോധ്യത്തിന്റെ തെളിവ് തന്നെയാണ്. ഭരണരംഗത്ത് പോലും ലീഗ് സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പാത തന്നെയാണ് പിന്തുടർന്നത്. ലീഗ് കൈകാര്യം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ വ്യവസായ വകുപ്പുകളിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതൊന്നും ആയിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയുള്ളത് തന്നെയായിരുന്നു അത്. വിദ്വേഷ പ്രസംഗങ്ങൾക്കോ വർഗീയ ധ്രുവീകരണത്തിനോ മുതിരാതെ മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം തന്നെയാണ് ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റു പലരുമാണ്. ഒരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ലീഗിനെ കേരളത്തിലെ മതേതര രാഷ്ട്രീയത്തിലെ അവിഭാജ്യമായ ഘടകമാക്കി മാറ്റുന്നത്. അല്ലാതെ ഞാൻ കഴിക്കുന്നത് നീയോ നീ കഴിക്കുന്നത് ഞാനോ കഴിക്കരുത് എന്നൊന്നും പറയുന്ന ഒരു സംഘപരിവാർ രീതിയല്ല ലീഗ് പിന്തുടരുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം അർപ്പിക്കുകയും ഭരണഘടനാപരമായ മാർഗങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ അകറ്റി നിർത്തുന്നതിലും മതേതര മുന്നണികളുടെ ഭാഗമായി നിലനിൽക്കുന്നതിലും ലീഗ് കാണിക്കുന്ന സ്ഥിരത ആ പാർട്ടിയുടെ സെക്യുലർ സ്വഭാവത്തിന്റെ അടിവരയിടാനുള്ളത് തന്നെയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് പോലെ ഒരു വർഗീയ പ്രസ്ഥാനമായിരുന്നു ലീഗെങ്കിൽ കേരളം ഇന്ന് കാണുന്ന സാമൂഹിക ഐക്യം ഇവിടെ നിലനിൽക്കുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ പറയൂ, ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നാൽ അവർക്ക് നമ്മളെ ഭരിക്കാൻ, നമ്മുടെ കേരളത്തെ ഭരിക്കാൻ എന്തുകൊണ്ട് അവകാശം നിഷേധിക്കപ്പെടുന്നു?
അത് വളരെ കൃത്യമായി ആലോചിക്കുകയും അതിന് കൃത്യമായ മറുപടി നമ്മൾ കണ്ടെത്തുകയും തന്നെ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.